സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ KP മുഹമ്മദ് അലി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഞങ്ങളെ നാട്ടിന് ശ്രമിക്കേണ്ടി വന്നത്. ഇന്ന് രാത്രിയോട് കൂടിയിട്ടാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വൈകുന്നേരം 5:30 മണിക്കായിരുന്നു സംഭവം. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരുവ് നായ്ക്കളെ കണ്ട് ഭയന്നോടിയതാണ്. ഭയന്നോടിയ കൂട്ടത്തിൽ ഈ കുട്ടി പലരും പല വഴിക്കേക്ക് ഓടി. ഈ കുട്ടി അബദ്ധത്തിൽ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിന്റെ മുറ്റത്ത് തന്നെ ഒരു ഉപയോഗശൂന്യമായ ഒരു കിണറുണ്ടായിരുന്നു. പഴയ കിണറാണ്, നിർത്താൻ വേണ്ടി വെച്ച ഒരു കിണറായിരുന്നു. ആ കിണറ്റിലേക്ക് ഈ കുട്ടി അബദ്ധത്തിൽ വീഴുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി വീട്ടിലെത്താത്ത വിവരം മറ്റുള്ള കുട്ടികളോട് അന്വേഷിച്ച് നോക്കിയപ്പോൾ അറിയുന്നത്. ഇങ്ങനെ നായെ കണ്ട് ഓടിയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സമീപത്തൊക്കെ എല്ലാ വീടുകളിലും അതേപോലെ എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തി നോക്കി. കുട്ടിയെ കണ്ടില്ല. അവസാനം രാത്രി 7:30 മണിയോടുകൂടി തൊട്ടടുത്ത കിണറുകളിലൊക്കെ പരിശോധന നടത്തി നോക്കുന്ന കൂട്ടത്തിൽ ഈ കിണറിന്റെ പരിസരത്ത് എത്തുകയും അങ്ങനെ കിണറ്റിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ മൃതദേഹം അതിൽ കണ്ടെത്തുകയും ചെയ്യാനുണ്ടായത്. 9 വയസ്സുള്ള ഒരു പിഞ്ചു മോനാണ്. 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. കുഞ്ഞുങ്ങൾ കളിച്ചു കഴിഞ്ഞ് തിരികെ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്, തെരുവുനായ്ക്കൾ ഓടിച്ചത് എന്നറിയുന്നു. ഇവർ ഈ കളിച്ചതിന് അടുത്ത് തന്നെയാണോ ഈ പണി നടക്കുന്ന ഒരു വീട്? ഇവിടെ ആദ്യം തെരച്ചിൽ നടത്തിയിരുന്നോ? ഇവിടെ ആദ്യം തെരച്ചിൽ നടത്തിയിരുന്നില്ല. ഒരു 10-200 മീറ്റർ അകലെയാണ് ഈ വീട് കിടക്കുന്നത്. ഈ കളിച്ചതിന് ഒരു 10-200 മീറ്റർ അപ്പുറമാണ്. ഈ കുട്ടികൾ നായെ കണ്ട് പരക്കെ ഓടുന്ന കൂട്ടത്തിൽ ഇവര് മനസ്സിലാക്കിയത് ഈ കുട്ടി തിരികെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്നാണ് മറ്റുള്ള കുട്ടികൾ മനസ്സിലാക്കിയത്. ഈ ഓടുന്ന ഓട്ടത്തിൽ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ പിന്നീടാണ് വീട്ടിൽ നിന്ന് കുട്ടി എത്താത്തതിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവർ പറഞ്ഞത്, നേരത്തെ കളിക്കുമ്പോൾ ഇങ്ങനെ നായ ഓടിയിരുന്നു, ഞങ്ങൾ അങ്ങോട്ടേക്ക് കുട്ടി എത്തിയിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിച്ചതെന്ന് മറ്റുള്ള കുട്ടികൾ പറയുന്നത്. പിന്നീട് നടത്തിയ സെർച്ചിലാണ് ഈ കുട്ടിയെ തൊട്ടടുത്ത ഒരു 10-200 മീറ്റർ അകലെയുള്ള ഒരു ഉപയോഗശൂന്യമായ പൊട്ടക്കുണക്കിൽ ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. ഉടനെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും നാട്ടുകാർ ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് മൃതദേഹം പുറത്തെടുത്തിരുന്നു. ഉടനെ തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. ഞാനിവിടെ ഗവൺമെന്റ് ആശുപത്രിയിലുണ്ട്. ഇവിടുത്തെ നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് പാനൂര് ഗവൺമെന്റ് ആശുപത്രിയിൽ കുറച്ച് കഴിഞ്ഞ് തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് മാറ്റും. അവിടെ മാത്രമേ പോസ്റ്റ്മോർട്ടം ഉള്ളൂ. നാളെ രാവിലത്തോട് കൂടിയിട്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും എന്നാണ് ഇപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്.